ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഇന്നത്തേത് ഞങ്ങളുടെ ഫസ്റ്റ് കസിൻ്റെ ഒരു കല്യാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടുത്തെ മമ്മിയുടെ അനിയത്തിയുടെ മോൻ്റെ കല്യാണമാണ്. ബ്രൈഡും ഗ്രൂമും കാനഡയിലായിരുന്നു. അപ്പോൾ ഈവനിങ് ആയിരുന്നു കല്യാണം വന്നത്. കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ ഒന്നുമില്ല. ഇപ്പോൾ ഇത്രയും വീഡിയോയെ എഡിറ്റ് ചെയ്യാനെടുത്തപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ നോയമ്പിനൊക്കെ മുന്നായിരുന്നു കേട്ടോ കല്യാണം. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ അതാ ഇതുപോലെ ആയിരുന്നു കല്യാണം. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പലതരത്തിലുള്ള വെൽക്കം ഡ്രിങ്കും പിസ്സയും ബർഗർ, മോമോസ്, അങ്ങനെ നമുക്ക് ആദ്യമായിട്ടുള്ള സ്റ്റാർട്ടേഴ്സായിട്ട് ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ കുറേ കസിൻസ് ഉണ്ട്. തൊക്കെ കസിൻസാണ്. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളി കല്യാണമായിരുന്നു. അപ്പോൾ ദാ ബ്രൈഡിനെയും ഗ്രൂമിനെയും നമ്മൾ സ്വീകരിക്കാനായിട്ടാണ് ഈ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നത്. ഇതാണ് ഏട്ടനാണ്. അപ്പോൾ ചെറുക്കൻ്റെ ചേട്ടനായിട്ട് വരുമല്ലോ, അതായത് മമ്മിയുടെ അനിയത്തിയുടെ മോൻ്റെയാണ് കല്യാണം. അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് ചെറുക്കനും പെണ്ണും വരുന്നത് നോക്കിയിട്ട്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെയാണ് ഉള്ളത്. കാരണം പല ഫോണുകളിൽ നിന്ന് കിട്ടിയതൊക്കെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനെടുത്തപ്പോൾ കുറേ വീഡിയോ ഒക്കെ കാണുന്നില്ല. കല്യാണത്തിൻ്റെയും അവിടെ പള്ളിയിൽ വെച്ചുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയുള്ള ഒരു വെൽക്കം ഡാൻസാണ്, അല്ലെങ്കിൽ എൻട്രി ഡാൻസാണ്. അപ്പോൾ ഇതിന് എന്നെയും വിളിച്ചതാണ്. ഇവരെല്ലാവരും കല്യാണം കഴിഞ്ഞ സിസ്റ്റേഴ്സ് ആട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ തന്നെയുള്ള മമ്മിയുടെ അനിയത്തിമാരും അതുപോലെ തന്നെ ആങ്ങളമാരുടെ മക്കളും ഒക്കെ ആട്ടോ ഇത്. ഇവിടെ എല്ലാവരും നമ്മളിങ്ങനെ ഒരു നാത്തൂനാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വന്നു കയറിയ മരുമകളാണ്, അങ്ങനെ ഒന്നുമില്ല. എല്ലാ പെങ്ങന്മാരും എല്ലാവരും കൂടെ നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ എന്നെയും വിളിച്ചു. പക്ഷേ എനിക്ക് നമ്മുടെ ജോഫ്കോട്ടിൻ്റെ ബർത്ത്ഡേയും അതുപോലെ തന്നെ ന്യൂ ഇയർ, അങ്ങനെ പല തിരക്കുകളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്കതിന് പങ്കെടുത്തില്ല. ഞാൻ പയ്യെ സ്കിപ്പായതാണ്. പിന്നെ ചേട്ടന്മാരെല്ലാവരും കൂടെ മണവാളിനെയും മണവാട്ടിയെയും സ്വീകരിച്ച് ഒരു പല്ലയ്ക്ക് ഒരു മഞ്ചൽ പോലെ ഇതിൽ സ്വീകരിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുവരികയാണ്. ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ ഇനിയുണ്ട്. അപ്പോൾ മമ്മിക്കൊക്കെ 12 മക്കളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതിൽ കുറേ അങ്കിൾമാരും മമ്മിയുടെ ചേച്ചിയൊക്കെ വയനാടും അങ്ങനെ പല സ്ഥലങ്ങളിലാണ്. അവിടെ നിന്നുള്ള കസിൻസൊക്കെ നമ്മളെല്ലാവരും ഒത്തുകൂടുന്നൊരു ഫങ്ഷനാണ് കല്യാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കുറേ എടുക്കുന്നതിലുപരി എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാനുള്ള നിമിഷങ്ങളാണ് നമ്മളിതിലൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ അവിടെ ഇവിടെയൊക്കെ കുറേ വീഡിയോ എടുത്തതാണ്. എന്നാൽ ഇപ്പോൾ ഉള്ളതൊക്കെ പാടെ ഞാനിതൊരു മെമ്മറി ആണല്ലോ. യൂട്യൂബിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് കാണുമ്പോഴും ഞങ്ങൾ ടുട്ടു എന്നാണ് ഈ മണവാളനെ വിളിക്കുന്നത്. അവൻ്റെ പേര് മൈജോ എന്നാണ്. ഞങ്ങൾ ചേച്ചി അനിയത്തിമാരും എല്ലാവരും നാത്തൂമാരും എല്ലാവരും കൂടെ നല്ല തകർക്കുകയാണ് ഇവിടെ. അപ്പോൾ അവരെ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുപോയി അവരുടെ മധുരം കൊടുക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ അതൊക്കെയോ ഫോണിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ എഡിറ്റിങ്ങിന് എടുത്തപ്പോൾ ഇപ്പോൾ ഇത്രേ വീഡിയോസ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ അതിന് ശേഷം പിള്ളേരെ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മമ്മിയൊക്കെ 12 മക്കളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്കിൾമാരുടെ മക്കളുടെ മക്കൾ, ആൻറ്റിമാരുടെ മക്കളുടെ മക്കൾ, അങ്ങനെ എല്ലാ വീട്ടിലെയും പിള്ളേർ സെറ്റാണിത്. അപ്പോൾ നമ്മുടെ ജോഫ്കുട്ടിനൊക്കെ തകർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അവർ വെഡ്ഡിങ് ഈവ് തലേ ദിവസമായിരുന്നു. അതിനും പിള്ളേരൊക്കെ കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പിള്ളേരാണ് ശരിക്കും പറഞ്ഞത് എൻജോയ് ചെയ്തതെന്ന് പറയാം. പാട്ടിട്ട് അങ്ങ് കയറായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ എല്ലാ 2 വീട്ടുകാരും കൂടെ, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെയുള്ള DJ ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം. അതിനെല്ലാവരും തുള്ളി കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഒരു ബാല്യകാലത്തിലോട്ടൊക്കെ ഉള്ളൊരു തിരിച്ചുപോക്ക് തന്നെയായിരുന്നു ഈ ഒരു കല്യാണം. അപ്പോൾ ഇവർ രണ്ടുപേരും കാനഡയിലാണ്, ചെറുക്കനും പെണ്ണും. അപ്പോൾ അവർ കുറച്ച് നടത്ത് നമ്മൾ മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് കിട്ടി എല്ലാവർക്കും ഒരുങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കസിൻസിൻ്റെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കസിൻസിൻ്റെ മക്കളെല്ലാവരും കൂടിയാണ് കളിക്കുന്നത്. അതിന് ശേഷം സിസ്റ്റേഴ്സിൻ്റെ ഡാൻസും ഒക്കെ ഞാൻ വീഡിയോ പിടിച്ചതാണ്, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. പല കാറ്റഗറിയിലുള്ള പിള്ളേരിങ്ങനെ മാറി വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഒരേ ഒരു ഗ്യാങ്ങാണ്. മമ്മിയുടെ ആങ്ങളേക്ക് ആ ബാക്കിൽ നിൽക്കുന്ന എല്ലാ പിള്ളേരും കയറി അടിച്ച് പൊളിച്ച് അവരുടെ ദിവസമായിരുന്നു കേട്ടോ ഇത്. കുറേ നേരം. അപ്പോൾ ഞാനിതൊക്കെ ഒരു മെമ്മറി ആണല്ലോ എന്നോർത്തിട്ട് അതൊക്കെ വീഡിയോ പിടിച്ച് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിനുശേഷം നല്ല അടിപൊളി ഫുഡായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ കാണുന്നില്ല. എഡിറ്റ് ചെയ്തപ്പോൾ അതൊക്കെ എവിടെ പോയേക്കോ, എൻ്റെ ഇത് മിസ്സായി പോയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഉള്ള വീഡിയോ ഒക്കെ പാടി നമ്മുടെ ടുട്ടുവിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഒരു ഓർമ്മയായിട്ട് ഇവിടെ കിടന്നോട്ടേ എന്ന് കരുതിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഫുഡിനൊക്കെ ശേഷം DJ തുടങ്ങുകയാണ്. ഇപ്പോൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു എല്ലാവരും കൂടെ. അപ്പോൾ നമ്മൾ ആ ഒരു ചെയറൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ അങ്ങ് തുള്ളലായിരുന്നു. ഇതുപോലെ ഓരോ
നമ്മുടെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കയ്യിൽ അതുപോലത്തെ ഒരു തോക്ക് പോലത്തെ ഇതങ്ങോട്ട് കത്തിച്ചാണ് ഡി ജെ അങ്ങ് തുടങ്ങിയത്. അടിപൊളി ഡി ജെ ആയിരുന്നു. പാട്ടിട്ട് നമ്മൾ ആരും അതിൽ തുള്ളാത്ത ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയാം. എല്ലാവരും, അപ്പം ഞങ്ങളൊക്കെ ചെറുക്കൻ്റെ സൈഡിൽ നിന്നാണല്ലോ, അതുപോലെ തന്നെ പെണ്ണിൻ്റെ സൈഡിൽ നിന്നുള്ളവരെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ആർമാദിച്ച ഒരു ഒരു ഡി ജെ ആയിരുന്നു. ഒരു വൈകുന്നേരമായിരുന്നു. നമ്മളിത് എന്താ പറയുക, നമ്മളൊരു ആനുവൽ ഡേ അങ്ങനെയൊക്കെ പോലെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കോളേജ് ലൈഫിലൊക്കെ പോയ പോലെയൊക്കെ ആയിപ്പോയി. ഇതൊക്കെയാണ് എല്ലാവരും തുള്ളി. അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടെ മനോഹരമായ ഡി ജെ ആയിരുന്നു. നമ്മളുടെ ആ ഒരു 90s കിഡ്സിൻ്റെ പാട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ചെറുക്കൻ വീട്ടുകാരും പെണ്ണ് വീട്ടുകാരും ഒക്കെ കൂടി അടിപൊളി ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.